എല്ലാ കൂട്ടുകാർക്കും ദി ഫാമിലീസ് കിച്ചണിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞാൽ വളരെ ഹെൽത്തിയും ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഗ്രേപ്പ് ജ്യൂസിൻ്റെ വീഡിയോ ആണ്. വളരെ പെട്ടെന്ന് തന്നെ നമുക്കിത് വീട്ടിൽ തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ ഇതിനു വേണ്ടി ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഇതിനു വേണ്ടി ഞാനിവിടെ ഒരു 2 കപ്പ് മുന്തിരി എടുത്ത് അതിന് ഞെട്ടൊക്കെ കളഞ്ഞ് കഴുകി വൃത്തിയാക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം. ഇതിനു വേണ്ടി ഇതുപോലെ കുഴിയുള്ളൊരു പാൻ എടുക്കാം. ഇതിലേക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന മുന്തിരി ഇട്ട് കൊടുക്കുക കേട്ടോ. ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇതിൻ്റെ എല്ലാ അളവിലൊക്കെ വ്യത്യാസം വരുത്താം കേട്ടോ. ഇനി നമുക്കിതിലേക്ക് ഒരു 2 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 2 ഏലക്ക ചേർത്ത് കൊടുക്കാം. കൂടാതെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി കൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു 3 ടേബിൾ സ്പൂണോളം പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് പഞ്ചസാരയുടെ എല്ലാം അളവിൽ വ്യത്യാസം വരുത്താം കേട്ടോ. ഇനി ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കിതൊന്ന് തിളപ്പിച്ചെടുക്കണം. അതിന് വേണ്ടി ഞാനിപ്പോൾ പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇനി നല്ലതുപോലെ ഒന്ന് തിളപ്പിച്ച് ഒരു 3 മിനിറ്റ് വരെയൊക്കെ തിളപ്പിച്ചെടുത്താൽ മതി കേട്ടോ. അപ്പോൾ 3 മിനിറ്റ് കഴിയുമ്പോഴേക്കും നമ്മുടെ മുന്തിരിയൊക്കെ ഒന്ന് പതുക്കെ പൊട്ടി വന്നിട്ടുണ്ടാവും. ഈ സമയം നമുക്കിതിൽ നിന്ന് കുറച്ച് മുന്തിരി എടുത്ത് മാറ്റി വയ്ക്കാം കേട്ടോ. ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് എന്തോരമെന്ന് വെച്ചാൽ മാറ്റി വയ്ക്കാം. നമ്മൾ ഇതിങ്ങനെ മാറ്റി വയ്ക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ നമ്മൾ ബാക്കിയുള്ളത് ജ്യൂസ് അടിച്ചതിന് ശേഷം ഈ മാറ്റി വെച്ചേക്കുന്ന മുന്തിരിയുടെ തൊലിയെല്ലാം കളഞ്ഞ് ആ ഒരു പൾപ്പ് അതിലേക്ക് ചേർത്ത് കൊടുക്കും. അപ്പം ജ്യൂസ് കഴിക്കുമ്പോൾ ആ ഒരു പൾപ്പ് കൂടി കടിക്കാനായിട്ടൊക്കെ കിട്ടുമ്പോൾ വേറൊരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. ഇതിപ്പോൾ നമ്മുടെ മുന്തിരിയുടെ ആ ചൂടൊക്കെ മാറിയിട്ടുണ്ട്. നല്ല കളറ് കണ്ടു, നല്ല പെർഫെക്റ്റ് കളറായിട്ട് കിട്ടിയിട്ടുണ്ട്. കളർ തന്നെ കാണാൻ നല്ല രസമുണ്ട് അല്ലേ. ഇനിയിപ്പോൾ ഇതിൻ്റെ മുന്തിരി മാത്രം എടുത്ത് നമുക്ക് ജ്യൂസ് അടിച്ചാൽ മതി കേട്ടോ. അധികം വെള്ളം ചേർത്തും ജ്യൂസ് അടിക്കണ്ട. ഇപ്പോൾ നമ്മൾ മാറ്റി വെച്ചിരുന്ന വെച്ചാൽ മുന്തിരിയുടെയും ചൂടൊക്കെ ആറി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ നിന്ന് ആ മുന്തിരി മാത്രം എടുത്തിട്ട് ഒന്ന് ജ്യൂസ് അടിച്ചെടുക്കാം. അപ്പോൾ ഞാനൊരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് മുന്തിരി ഇട്ട് കൊടുക്കാം. എല്ലാ വെള്ളവും കൂടി ചേർത്ത് നമ്മൾ ജ്യൂസ് അടിച്ച് കഴിഞ്ഞാൽ അത് കറക്റ്റായിട്ട് നല്ലതുപോലെ അടിഞ്ഞ് കിട്ടില്ല. ഇതിപ്പോൾ മുന്തിരി മാത്രം ഞാനെടുത്ത് മാറ്റിയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കുറച്ച് മാത്രം അതിൽ നിന്നുള്ള ആ ജ്യൂസ് ഒഴിച്ചു കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് ജ്യൂസ് അടിച്ചെടുത്തിട്ട് വരാം കേട്ടോ. ഇതിപ്പോൾ ഞാൻ മുന്തിരിയൊക്കെ നല്ലതുപോലെ അടിച്ചെടുത്തിട്ടുണ്ട്. നല്ല കളറ് കണ്ടോ, നല്ല കളറല്ലേ. ഇനി നമുക്കിതൊന്ന് അരിച്ചെടുക്കണം. അതിന് വേണ്ടി ഇതുപോലെ ഒരു അരിപ്പ വെച്ച് കൊടുത്തിട്ട് നമുക്ക് ജ്യൂസ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി മിക്സിയുടെ ജാറിലുള്ള ബാക്കിയുള്ള ജ്യൂസും കൂടി ഒന്ന് എടുക്കാനായിട്ട് ഞാനൊരു 1/2 കപ്പ് വെള്ളം കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു സ്പൂൺ ഉപയോഗിച്ചിട്ട് നമുക്കിത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് നല്ലതുപോലെ ഒന്ന് അരിച്ചെടുക്കാം. നമ്മളിപ്പോൾ ജ്യൂസ് അടിക്കാനായിട്ട് എടുത്തിരുന്ന വെച്ചാൽ മുന്തിരിക്ക് ഒട്ടും തന്നെ കുരുവൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഒട്ടും വേസ്റ്റ് ഇല്ലാതെ തന്നെ നമുക്ക് ജ്യൂസ് മൊത്തമായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. കൂടാതെ നമ്മൾ നേരത്തെ മാറ്റിയെടുത്ത് വെച്ചില്ലേ കുറച്ച് മുന്തിരി, അതിൻ്റെ തൊലിയെല്ലാം കളഞ്ഞെടുത്തിട്ടുണ്ട്. അതും കൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. നമ്മളിപ്പം നേരത്തെ ജ്യൂസ് അടിക്കുന്നതിന് മുമ്പ് നമുക്കിതിൽ ഏലക്കയും ഇഞ്ചിയൊക്കെ ചേർത്തില്ല, അതും കൂടി ഇട്ടാട്ടോ നമ്മളിപ്പം ജ്യൂസ് അടിച്ചേക്കുന്നത്. അല്ലാതെ അതെടുത്ത് മാറ്റിയൊന്നും കളഞ്ഞിട്ടില്ല. ഇനി നമുക്കിതിലേക്ക് മധുരം ചേർക്കണോ എന്നുള്ളതൊക്കെ ടേസ്റ്റ് ചെയ്ത് നോക്കണം കേട്ടോ. ഞാനിപ്പം ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ മധുരം കുറച്ചും കൂടി ചേർക്കാവുന്നതാണ്. അതായിരുന്നു ഞാനിപ്പോൾ ഒരു 2 ടേബിൾ സ്പൂണോളം പഞ്ചസാര കൂടി ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചേർക്കേണ്ടത് 1 ടേബിൾ സ്പൂണോളം നാരങ്ങാ നീരാണ്. ഇതെന്തായാലും ചേർക്കണം കേട്ടോ, എന്നാലേ നമ്മുടെ ആ ജ്യൂസിന് പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു ടേസ്റ്റ് കിട്ടുള്ളൂ. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ ഗ്രേപ്പ് ജ്യൂസ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് തണുപ്പിച്ചിട്ടൊക്കെ കുടിക്കണമെങ്കിൽ അങ്ങനെ കുടിക്കാം, അല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് തന്നെ കുടിക്കാവുന്നതാണ് കേട്ടോ. ഞാനിപ്പം നമ്മുടെ ജ്യൂസ് ഒന്ന് തണുപ്പിച്ചൊക്കെ എടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു സർവിങ് ഗ്ലാസ് എടുത്തിട്ട് ഇതിലേക്ക് നമ്മുടെ ജ്യൂസ് ഒഴിച്ചു കൊടുക്കാം. ഇതുണ്ടോ, നമ്മൾ ജ്യൂസ് ഒഴിക്കുമ്പോൾ അതിൻ്റെ ഇടയിൽ നമ്മൾ ആ പൾപ്പും കൂടി ചേർത്തത് കാരണം ആണ് ഇങ്ങനെ ഒരു കട്ട വീഴണ പോലെ ഇരിക്കുന്നത് കേട്ടോ. പക്ഷേ ആ ഒരു കട്ടയുടെ കൂടെയൊക്കെ കഴിക്കാനായിട്ട് വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ജ്യൂസാണ്. അപ്പോൾ എല്ലാവരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ഐസ് ക്യൂബ്സൊക്കെ ഇട്ട് കൊടുത്ത് കുറച്ചും കൂടി ഒന്ന് കൂളാക്കി എടുക്കാം. അപ്പോൾ വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ ഒരു നല്ലൊരു ഗ്രേപ്പ് ജ്യൂസിൻ്റെ റെസിപ്പിയാണ് ഞാനിന്ന് കാണിച്ചത്. ഇനി നമുക്കിതൊന്ന് ഗാർണിഷ് ചെയ്യാനായിട്ട് ഒരു ഗ്രേപ്സ് എടുത്തിട്ട് നടുക്കൊന്ന് മുറിച്ചിട്ട് അത് ഇതുപോലെ ഗ്ലാസിൻ്റെ സൈഡിൽ വെച്ച് കൊടുക്കുക. കൂടെ ഒരു പുതിന ലീവ്സൊക്കെ വെച്ച് കുറച്ചും കൂടി ഒന്ന് ഭംഗിയാക്കി എടുക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഈ ജ്യൂസൊക്കെ ഒന്ന് വീട്ടിൽ തയ്യാറാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ അറിയിക്കാനൊന്നും മറക്കരുത്. അപ്പോൾ മറ്റൊരു കിടിലൻ റെസിപ്പിയായിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. താങ്ക്സ് ഫോർ വാച്ചിങ്.